നമസ്കാരം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ചാപ്റ്റർ അർത്ഥവിജ്ഞാനം, അതായത് സെമൻറ്റിക്സ്. ഇത് 6ാമത്തെ ചാപ്റ്ററാണ്. ഏറ്റവും ഇമ്പോർട്ടൻറ്റും എന്നാൽ ഏറ്റവും ചെറിയൊരു ചാപ്റ്ററാണ് ഈ അർത്ഥവിജ്ഞാനം എന്ന് പറയുന്നത്. ഈ അർത്ഥവിജ്ഞാനിൽ ഭാഷയിൽ ഉപയോഗിക്കുന്ന രൂപങ്ങൾ, ശബ്ദ്, മുഹാവരെ, ഇതിൻ്റെയൊക്കെ അർത്ഥത്തെ പറ്റിയിട്ടുള്ള അധ്യയനം അല്ലെങ്കിൽ പഠനം ആണ് നടക്കുന്നത്. മറ്റൊരു വാക്കിൽ പറയുകയാണെങ്കിൽ അർത്ഥത്തിനെ ബേസ് ചെയ്തിട്ട് രൂപ്, ശബ്ദ്, പദ് ഇതിൻ്റെയൊക്കെ തിരിച്ചറിയലാണ് ഈ അർത്ഥവിജ്ഞാനിൽ. ഈ ഭാഷാവിജ്ഞാൻ്റെ മുഖ്യ ഭാഗങ്ങളാണ് ധ്വനി, രൂപ്, വാക്യ ഇതൊക്കെ. അപ്പം ഈ ഭാഷാവിജ്ഞാൻ്റെ മുഖ്യ അംഗങ്ങളിൽ ഇതിലൊക്കെ അർത്ഥത്തിന് ഒരു സ്ഥാനം കൊടുത്തിട്ടില്ല ഭാഷാവിജ്ഞാനിൽ. പക്ഷേ ഭാഷയുടെ ആത്മാവ് അർത്ഥമാണ്. അപ്പം അർത്ഥം നോക്കാണ്ട് ഒരു ഭാഷേനെ പറ്റി നമ്മൾ പഠിക്കുമ്പം ഈ ആത്മാവിനെ ഉപേക്ഷിച്ചിട്ട് ശരീരത്തിനെ പറ്റി മാത്രം പഠിക്കുന്ന പോലെയാണ്. അതുകൊണ്ടാണ് ഈ ഭാഷാവിജ്ഞാന് കുറവുണ്ട് എന്നൊക്കെ പറയണത്. കാരണം അതിൽ അർത്ഥത്തെ പറ്റിയൊന്നും പറയാനില്ല. അപ്പോൾ ഈ അർത്ഥവിജ്ഞാനെ പറ്റി പണ്ട് മുതലേ ഇങ്ങനെ സ്റ്റഡീസൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. ഈ അർത്ഥവിജ്ഞാനം വേണ്ടി പണ്ട് തൊട്ടേ ഈ ഒരു ഭാഷാവിജ്ഞാൻ്റെ ഫീൽഡിൽ ഒരു ശാഖ, ഒരു ബ്രാഞ്ച് തന്നെ ഉണ്ടായിരുന്നു. അപ്പം വിദേശത്തിലുള്ള, അതായത് വിദേശി വിദ്വാൻമാരൊക്കെ അർത്ഥവിജ്ഞാനെ പറ്റി ഒരുപാട് പേരുകൾ, ഈ സെമൻറ്റോളജി, സെമാസിയോളജി അങ്ങനെയൊക്കെ ഒരുപാട് പേരുകൾ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഒടുവിൽ ആഖിറെന്ന് പറഞ്ഞാൽ അവസാനം, ഒടുവിൽ ഈ ഒരു ശാഖയ്ക്ക്, അർത്ഥവിജ്ഞാനെ പറ്റി പഠിക്കുന്ന ശാഖയ്ക്ക് സെമൻറ്റിക്സ് എന്നൊരു പേര് കൊടുത്ത് പെർമനൻ്റായിട്ട് സെമൻറ്റിക്സ് അല്ലെങ്കിൽ അർത്ഥവിജ്ഞാൻ എന്നൊരു പേര് കൊടുത്ത്. അപ്പം അർത്ഥത്തിൻ്റെ ദൃഷ്ടിയിൽ ഏറ്റവും ചെറിയ യൂണിറ്റ് ആണ് ഈ ശബ്ദ്, ധാതു, രൂപ്, പദ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ അർത്ഥത്തിനെയാണ് അർത്ഥതത്വ എന്ന് പറയണത്. അർത്ഥതത്വം അല്ലെങ്കിൽ സെമൻറ്റീം എന്ന് പറയണത്. അതായത് അർത്ഥത്തിൻ്റെ ദൃഷ്ടിയിൽ ഏറ്റവും ചെറിയ യൂണിറ്റ് ആയിട്ടുള്ള ശബ്ദ്, ധാതു, രൂപ്, പദ് ഇതിൻ്റെയൊക്കെ അർത്ഥത്തിനെയാണ് അർത്ഥതത്വ എന്ന് പറയണത്. രൂപം എന്ന് പറഞ്ഞാൽ ഭാഷയിൽ ഉപയോഗിക്കുന്ന ഏറ്റവും ചെറിയ മീനിങ് ആയിട്ടുള്ള യൂണിറ്റാണ് രൂപം. അപ്പം രൂപമിനെയും അർത്ഥതത്വം എന്ന് പറഞ്ഞാൽ ഈ ചെറിയ യൂണിറ്റ്സിൻ്റെയൊക്കെ അർത്ഥത്തെ പറ്റിയിട്ടുള്ള സ്റ്റഡി, അതാണ് അർത്ഥതത്വം. അല്ലെങ്കിൽ ആ യൂണിറ്റ്സിൻ്റെയൊക്കെ അർത്ഥത്തെയാണ് അർത്ഥതത്വം എന്ന് പറയണം. അപ്പോൾ ഈ രൂപമും അർത്ഥതത്വൻ്റെ ഇടയിൽ ഭയങ്കര ഡീപ്പായിട്ടുള്ളൊരു റിലേഷൻ ഉണ്ട്. അപ്പോൾ ഈ യൂണിറ്റിൻ്റെയൊക്കെ അർത്ഥത്തിനെയാണ് അർത്ഥതത്വം എന്ന് പറയണത്. ഇനി അർത്ഥത്തിന് ഒരുപാട് രൂപങ്ങളുണ്ട്. അതായത് ഇതിൽ 5 പറ്റി പറഞ്ഞിട്ടുണ്ട്. ഏകാർത്ഥത, അനേകാർത്ഥത, സമാനകാരത, സമാനാർത്ഥത, വിലോമാർത്ഥത. ഏകാർത്ഥത എന്ന് പറയുമ്പോൾ മോണോസെമി, ഒരർത്ഥത്തെ പറ്റി പറയണം. അനേകാർത്ഥത ഒരുപാട് മീനിങ്. സമാനകാരത ഒരുപോലെ വരണത്. സമാനാർത്ഥതയെ സിനോണിം എന്നൊക്കെ പറയില്ലേ, സിനോണിമി. വിലോമാർത്ഥത ഓപ്പോസിറ്റ്. ഈ വിലോമാർത്ഥത എന്ന് പറഞ്ഞാൽ ഭാഷയിൽ നമ്മൾ ഒരർത്ഥത്തെ സൂചിപ്പിക്കുന്ന വാക്കിനെ പറ്റി നോക്കുമ്പം നമ്മളിങ്ങനെ മനുഷ്യരല്ലേ, അപ്പം പലതും ഇങ്ങനെ ചിന്തിക്കുമല്ലോ. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് മീനിങ് എന്തായിരിക്കും എന്നൊക്കെ നമ്മളിങ്ങനെ ചിന്ത പോകില്ലേ. അപ്പം ശബ്ദത്തിനെ പറ്റി നോക്കുമ്പോഴത്തേക്കിനും ഒരു വാക്കിൻ്റെ ഓപ്പോസിറ്റ് മീനിങ് കൊടുക്കുന്ന, അല്ലെങ്കിൽ ഉൾട്ടയെന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു മീനിങ് ഉള്ള വാക്കും ആവശ്യമാണ്. അപ്പോൾ അതിനെ പറ്റിയിട്ടൊക്കെ പറയണതാണ് ഈ വിലോമാർത്ഥത അല്ലെങ്കിൽ ആൻറ്റോണിമി എന്ന് പറയും. അതായത് എക്സാമ്പിൾസ് നോക്കുകയാണെങ്കിൽ ഭല, നല്ലത്, അതിൻ്റെ ഓപ്പോസിറ്റാണ് ബുര, മോശം. ഗരം, ചൂട്, അതിൻ്റെ ഓപ്പോസിറ്റ് ഠണ്ട, തണുപ്പ്. ഖൂബ്സൂരത്ത്, ബ്യൂട്ടിഫുൾ, അതിൻ്റെ ഓപ്പോസിറ്റ് ബദ്സൂരത്ത്, ഭംഗിയില്ലാത്ത, അങ്ങനെയൊക്കെ പറയണത്. ഇനി ഭാരതീയരുടെ ദൃഷ്ടികോണിൽ അർത്ഥത്തിന് 3 ഭേദം പറഞ്ഞിട്ടുണ്ട്. അഭിധ, ലക്ഷണ, വ്യഞ്ജന. ഇത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. അർത്ഥത്തിന് ഭാരതീയരുടെ ദൃഷ്ടിയിൽ 3 ഭേദമുണ്ട്. അഭിധ, ലക്ഷണ, വ്യഞ്ജന. ഇതിന് ശബ്ദശക്തി എന്നും പറയും. ഈ 3 ഭേദങ്ങൾ, അർത്ഥത്തിൻ്റെ 3 ഭേദങ്ങളെ, അഭിധ, ലക്ഷണ, വ്യഞ്ജന എന്ന് പറയുന്ന ഈ 3 ഭേദങ്ങളെ ശബ്ദശക്തി എന്നും പറയും. ഈ അഭിധ അതിനാണെങ്കിൽ ഈ അഭിധാർത്ഥ് എന്ന് പറയുന്ന ആ വാക്കുകൾക്ക് ഇൻഡയറക്റ്റ് മീനിങ് കാണും, ഡയറക്റ്റ് മീനിങ് കാണും. ഇനി ലക്ഷണാർത്ഥത്തിലാണെങ്കിൽ അത് ലക്ഷണങ്ങളെയാണ് ബേസ് ചെയ്തിട്ട് ഉള്ളത്. അപ്പം ഈ ലക്ഷണാർത്ഥ് എടുക്കുന്ന ശബ്ദങ്ങളിൽ അല്ലെങ്കിൽ സെൻറ്റൻസസിൽ അതിൻ്റെ അർത്ഥത്തിന് വലിയ മാറ്റം ഉണ്ടാവില്ല. പക്ഷേ ആ അർത്ഥത്തെ അങ്ങനെ ഒഴിവാക്കിയിട്ട് അതിൻ്റെ ലക്ഷണങ്ങളെ പറ്റിയിട്ടൊക്കെ ആയിരിക്കും പറയണത്. ഇനി വ്യഞ്ജനാർത്ഥത്തിലാണെങ്കിൽ അതിൻ്റെ ഒരു ഇൻഡയറക്റ്റ് മീനിങ്ങിനെ എടുത്തിട്ട്
ഏതെങ്കിലും ഒരു സ്പെസിഫിക് മീനിങ് ഒക്കെ പറയത്തില്ലേ, സ്പെസിഫിക് ആയിട്ടുള്ള അല്ലെങ്കിൽ പർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു മീനിങ്ങിൽ ഫോക്കസ് ചെയ്യുന്നതാണ് ഈ വ്യഞ്ജനാർത്ഥം. ഒരു പ്രത്യേക ഒരു വേർഡിൻ്റെ കൂടെ തന്നെ അതിൻ്റേതായിട്ടുള്ളൊരു അർത്ഥം, ഭാവം അല്ലെങ്കിൽ വിചാരം ഒക്കെ ഉണ്ട്. പക്ഷേ അത് എപ്പോഴത്തേക്കിനും ഒന്നായിരിക്കില്ല. അതിൻ്റെ ആവശ്യം അനുസരിച്ച് ഇപ്പം ഒരു വാക്ക് അത് പലയിടത്ത് യൂസ് ചെയ്യുമ്പം പല പല മീനിങ് ആയിട്ട് വരത്തില്ലേ. അങ്ങനെ പരിസ്ഥിതിക്കൊക്കെ അനുസരിച്ച് അർത്ഥത്തിന് പരിവർത്തനം, മാറ്റങ്ങളൊക്കെ ഉണ്ടാവും. അതൊക്കെ ഈ വ്യഞ്ജനാർത്ഥം എന്ന് പറയും. അടുത്തൊരു 15 മാർക്ക് ക്വസ്റ്റ്യനാണ് അർത്ഥപരിവർത്തൻ്റെ ദിശകൾ അല്ലെങ്കിൽ അർത്ഥവിജ്ഞാൻ. ഭാഷാ വൈജ്ഞാനികർ അർത്ഥവിചാർ അല്ലെങ്കിൽ അർത്ഥപരിവർത്തന് 3 ദിശകൾ പറഞ്ഞിട്ടുണ്ട്. അർത്ഥവിസ്താർ, അർത്ഥസങ്കോച്, അർത്ഥാദേശ്. ഇത് 3 അടുത്ത് പറയാൻ പോണത്. വിസ്താർ എന്ന് പറയുമ്പോൾ തന്നെ ഡെവലപ്മെൻറ്റ്, അർത്ഥത്തിൻ്റെ വിസ്താരം. ഇപ്പം ഏതെങ്കിലും ഒരു വേർഡിൻ്റെ ശബ്ദത്തിൻ്റെ അർത്ഥം ഒരു സീമിത ക്ഷേത്രം, അതായത് ഒരു ലിമിറ്റഡ്, ഒരു പർട്ടിക്കുലർ ഒരു പരിധിക്ക് അപ്പുറത്ത്, പരിധിയിൽ നിന്ന് പുറത്ത് കടന്ന് അത് ഡെവലപ്പ് ആവാണ്. വിസ്താർ പജാത്ത എന്ന് പറഞ്ഞാൽ അതിങ്ങനെ ഫ്ലറിഷ് ചെയ്യുക, അത് ഡെവലപ്പ് ആവുന്നതിനാണ് അർത്ഥവിസ്താർ എന്ന് പറയണത്. ഇതിൻ്റെ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ തേല്, അതായത് എണ്ണ, അതിന് തിൽക്കാരസ് എന്നാണ് പറയണത്. പക്ഷേ അതിൻ്റെ മറ്റ് കുറേ അർത്ഥവും ഉണ്ട്. അതായത് നാരിയൽ കാ തേൽ, ഈ വെളിച്ചെണ്ണ, സരസോം കാ തേൽ, മൂംഗാഫലി കാ തേൽ, മിട്ടി കാ തേൽ, ഇങ്ങനെ ഒരുപാട് അർത്ഥങ്ങളുണ്ട്. അതായത് ഈ തേലിൻ്റെ അർത്ഥം തിൽക്കാരസ് എന്നാണ് ഒറിജിനൽ മീനിങ്. പക്ഷേ ആ ഒരു ലിമിറ്റിൽ നിൽക്കാണ്ട് ഈ തേലിന് ഒരുപാട് അർത്ഥങ്ങൾ, ഈ നാരിയൽ കാ തേൽ, സരസോം കാ തേൽ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ അർത്ഥങ്ങൾ ആയിട്ടിങ്ങനെ ഡെവലപ്പായില്ലേ, വിസ്താർ ആയില്ലേ, അതിനാണ് അർത്ഥവിസ്താർ എന്ന് പറയുന്നത്. മറ്റു കുറച്ച് എക്സാമ്പിൾസ് നോക്കുകയാണെങ്കിൽ പത്രിന് പത്ത, ലീഫ് എന്നൊരർത്ഥമുണ്ട്. ചിട്ടി, ലെറ്റർ എന്നർത്ഥമുണ്ട്. അഖ്ബാർ, ന്യൂസ് പേപ്പർ. പിന്നെ താമ്രപത്ര, ഈ ഡോക്യുമെൻ്ററി, അങ്ങനെയൊക്കെ ഉണ്ടല്ലോ, അങ്ങനെയൊക്കെ അർത്ഥമുണ്ട്. അടുത്ത് ഗവേഷണ, അതായത് റിസർച്ച്. അതിൻ്റെ ശരിക്കുള്ള മീനിങ് ഗായികി ഖോജ്, പശുവിനെ തേടൽ എന്നാണ് ശരിക്കുള്ള അർത്ഥം. പക്ഷേ പിന്നെ അത് ഖോജ്, സെർച്ചായി, അനുസന്ധാൻ, നമ്മുടെ റിസർച്ച് തന്നെയായി. അടുത്തൊരു മീനിങ്ങാണ് പ്രവീൺ, അതായത് എന്തെങ്കിലും കാര്യത്തിൽ ഭയങ്കര സമർത്ഥരായിട്ടുള്ളവരൊക്കെ പ്രവീൺ എന്ന് പറയണത്, പ്രാവീണ്യം നേടിയതിനൊക്കെ. അപ്പം അതിൻ്റെ മീനിങ് എന്ന് പറയുമ്പം ഈ വീണ വായനയിൽ സമർത്ഥരായിട്ടുള്ളവരെയാണ് ആദ്യം പ്രവീൺ എന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്. പിന്നെ ഏതെങ്കിലും കാര്യത്തിൽ സമർത്ഥരായിട്ടുള്ളവർക്ക് അങ്ങനെ പറയാൻ തുടങ്ങി. അതുപോലെ കുശലാനേമേ സമർത്ഥം എന്നാണ് മീനിങ്. പിന്നെ ഇത് ഹോഷിയാർ എന്നൊക്കെയായി. പിന്നെ അതുപോലെ തന്നെ സ്യാഹി, ഇങ്ക്, കറുത്ത ദ്രവം എന്ന് പറഞ്ഞാൽ ഈ ലിക്വിഡായിട്ടുള്ള പദാർത്ഥത്തെ ആയിരുന്നു സ്യാഹി എന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്. പിന്നെ അത് എഴുതുന്നതിന് ഉപയോഗിക്കുന്ന ദ്രവപദാർത്ഥം എന്നൊക്കെയായി, അതായത് ഇങ്ക് എന്നൊക്കെ ഒരു മീനിങ്ങിലോട്ട് മാറി. അടുത്ത അർത്ഥസങ്കോച് എന്ന് പറയുമ്പം നേരത്തെ വിസ്താരമായിരുന്നു, ഡെവലപ്പായിരുന്നു. ഇപ്പോൾ ഇത് സങ്കോച്, ചുരുങ്ങുന്നതായി. അതായത് ഏതെങ്കിലും ഒരു വാക്യം, ഒരു ശബ്ദം പ്രയോഗിക്കുമ്പം അതിൻ്റെ സാമാന്യം വിസ്തൃതമായിട്ടുള്ള അർത്ഥത്തിൽ നിന്ന് മാറി ഏതെങ്കിലും ഒരു പ്രത്യേക ഒരു ലിമിറ്റഡ് അർത്ഥത്തിലേക്ക് മാറുന്നതിനെയാണ് അർത്ഥസങ്കോചം എന്ന് പറയുന്നത്. അതായത് വിസ്താറിൽ ആയിരുന്ന ഒരു അർത്ഥം ഒരു ലിമിറ്റഡ്, സീമിത അർത്ഥത്തിലേക്ക് മാറുന്നതിനാണ് അർത്ഥസങ്കോച്, അല്ലെങ്കിൽ സങ്കോചിതാവുന്നതിനാണ് അർത്ഥസങ്കോചം എന്ന് പറയുന്നത്. അതായത് അതിങ്ങനെ അതിൻ്റെ അർത്ഥം ഇങ്ങനെ ചുരുങ്ങും, വികസിച്ച് ഇരുന്നതിൽ നിന്നും ചുരുങ്ങും. എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ സർപ്പ്, സംസ്കൃതത്തിൻ്റെ മീനിങ്ങിൽ രേങ്കന അല്ലെങ്കിൽ രേങ്കനെ വാല, കിസി ബി പ്രാണി, ഈ മൂളുന്ന അല്ലെങ്കിൽ ഇങ്ങനെ സൗണ്ട് വയ്ക്കുന്ന ഏതെങ്കിലും ഒരു പ്രാണി എന്നൊക്കെ ആയിരുന്നു. പക്ഷേ സർപ്പത്തിൻ്റെ അർത്ഥം പിന്നീട് പാമ്പ് എന്ന് മാത്രമായിട്ട് മാറി. അതുപോലെ കുറച്ച് എക്സാമ്പിൾസാണ് മൃഗന് കോയി ബി ജന്മ, ഏതെങ്കിലും ഒരു മൃഗം എന്നൊരു മീനിങ് ആയിരുന്നു. പക്ഷേ പിന്നെ അത് മാനിനെ മാത്രം, മാനിനെ മാത്രമാക്കി. പിന്നെ കൃത്, ഭാര്യ എന്ന് പറയുമ്പം ആരെങ്കിലും പരിപാലിക്കുന്ന, ജിസ്കാ ഭരൺ പോഷൻ, ആരെങ്കിലും പരിപാലിക്കുന്ന എന്നായിരുന്നു. പക്ഷേ ഇപ്പം അത് പത്നി, ഹസ്ബൻഡിൻ്റെ വൈഫ് എന്നൊക്കെ പറയില്ലേ, ഭാര്യ, ആ ഒരു മീനിങ്ങായി.
അതുപോലെ നേതൃ, കണ്ണ്, ചമക്നെ വാല എന്നായിരുന്നു നേത്രിൻ്റെ അർത്ഥം, തിളങ്ങുന്നത്. പക്ഷേ ഇപ്പം നമ്മുടെ ആങ്ക്, ഒരു ബോഡി പാർട്ടായുള്ള ആങ്കായിട്ട് മാറി. അതുപോലെ വേറൊരു വേർഡാണ് ശ്രാദ്ധ്. ശ്രദ്ധാസെ ലായക്കാം, ശ്രദ്ധയോടെ ചെയ്യുന്ന ജോലിക്ക് എല്ലാം ശ്രാദ്ധം എന്നായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പം അത് ഈ പിതൃക്കൾക്ക് തർപ്പണം ചെയ്യത്തില്ലേ, ശ്രാദ്ധമൂട്ടാന്നൊക്കെ പറയത്തില്ലേ, ആ ഒരു മീനിങ്ങിലേക്ക് മാറി. അത് ശ്രദ്ധയോടെ ചെയ്യുന്ന ജോലിയിൽ നിന്നാണ് ഈ പിതൃക്കൾക്ക് ശ്രാദ്ധമൂട്ടാന്നൊക്കെ പറയുന്ന ഒരു മീനിങ്ങിലേക്ക് വന്നത്. ഇനി അടുത്തത് അർത്ഥാദേശ്. അതായത് നമ്മൾ ഈ മലയാളത്തിൽ പറയത്തില്ലേ, ഒരേ വാക്ക് തന്നെ ആയിരിക്കും, പക്ഷേ വ്യത്യസ്തങ്ങളായിട്ടുള്ള മീനിങ്സ് കാണൂലേ, അന്യാർത്ഥം അങ്ങനെ എന്തോ ആണ് മലയാളത്തിൽ പറയണത്. ഡിഫറെൻ്റ് ആയിട്ടുള്ള മീനിങ്സ് വരും അതിന്. അതായത് ഒരു സാഹചര്യത്തിൽ ഒരു മീനിങ് ആയിരിക്കും, പക്ഷേ അത് ഒരു സിറ്റുവേഷൻ അനുസരിച്ച് ചില വാക്കുകളൊക്കെ വന്നിട്ട് അതിൻ്റെ ഒരു മെയിൻ അർത്ഥം കൂടെ തന്നെ ഒരുപാട് ഗൗണർത്ഥം, ഒരുപാട് വേറെ അർത്ഥങ്ങളൊക്കെ ആയിട്ട് വരും. അത് ഈ കാലക്രമേണ മെയിൻ അർത്ഥം നഷ്ടമായിട്ട്, അല്ലെങ്കിൽ അത് അതിൻ്റെ പ്രസക്തി കുറഞ്ഞിട്ട്, അതിൻ്റെ ശരിക്കുള്ള അർത്ഥത്തിൻ്റെ പ്രസക്തി കുറഞ്ഞിട്ട് ഈ വേറെ കുറേ സൈഡിൽ കുറേ മീനിങ്സ് ഉണ്ടായല്ലോ, അതൊക്കെ കയറിയിട്ട് മെയിനാവും. അതായത് മെയിൻ അർത്ഥത്തിനെ അടിച്ച് താത്തിയിട്ട് ഈ സൈഡിൽ കിടന്ന ചെറിയ അർത്ഥം, വലിയ പ്രത്യേകത ഇല്ലാത്ത അർത്ഥങ്ങളെല്ലാം ഇങ്ങനെ മെയിനായിട്ട് അവരിങ്ങനെ മേളിൽ കയറി വരും. അതിനാണ് ഈ അർത്ഥാദേശം എന്ന് പറയുന്നത്. എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ഗംവാർ, അതായത് ഇതിൻ്റെ മെയിൻ അർത്ഥം എന്ന് പറയുന്നത് ഗ്രാമത്തിൽ താമസിക്കുന്നത് എന്നായിരുന്നു. പക്ഷേ പിന്നെ അത് ഈ ഗ്രാമത്തിൽ താമസിക്കുന്ന ആൾക്കാർ അത്ര ലോകവിവരമില്ലല്ലോ, ആ ഒരു മീനിങ്ങിൽ പറഞ്ഞ് പൊട്ടൻ, മണ്ടൻ എന്നൊക്കെ ഒരു മീനിങ്ങിലാക്കി മാറ്റി. അങ്ങനെ അതിൻ്റെ ഗൗണർത്ത് ബുദ്ധു എന്നായി. ഇപ്പം ഗംവാർ എന്ന് പറഞ്ഞാൽ ഈ ഗ്രാമവാസി എന്ന അർത്ഥം മാറിയിട്ട് പൊട്ടൻ, മണ്ടൻ, ബുദ്ധു എന്ന മീനായി. അടുത്തൊരു മീനിങ്ങാണ് വരണം എന്നൊക്കെ പറയില്ലേ, അപ്പോൾ ആ അതിന് ശ്രേഷ്ഠം എന്നായിരുന്നു മെയിൻ അർത്ഥം, പക്ഷേ ഇപ്പം അത് വരൻ എന്നൊക്കെ ആയി. അല്ലെങ്കിൽ ദുൽഹ. അടുത്ത് ഹിന്ദുവിൻ്റെ ഫസ്റ്റത്തെ മീനിങ് ഹിന്ദുക്ക നിവാസി, അതായത് ഹിന്ദുസ്ഥാനിലെ താമസിക്കുന്ന ആൾക്കാർ, ഇന്ത്യൻസിനാണ് ഹിന്ദു എന്ന് പറഞ്ഞിരുന്നത്. പക്ഷേ ഇപ്പം അത് ഒരു പ്രത്യേക ജാതിയല്ലല്ലോ, പ്രത്യേക മതത്തിൽ, ഹിന്ദു മതത്തിൽപ്പെട്ട ആൾക്കാരെ മാത്രം വാക്കായി ഹിന്ദു എന്ന്. അതുപോലെ വേറൊരു വാക്ക് മുനിമാർ വ്രതം അനുഷ്ഠിക്കൂലേ, മറ്റേ മൗനവ്രതം, ആ സംഭവമായിരുന്നു ഈ മൗന്. ഇപ്പം അത് മിണ്ടാണ്ടിരിക്കണതിനെല്ലാം മൗനെന്ന് പറയും. അങ്ങനെ ഈ മെയിൻ മീനിങ് അടിച്ച് താത്തിയിട്ട് സൈഡിൽ കിടന്നവന്മാരൊക്കെ കയറി വരുന്നതിനാണ് അർത്ഥാദേശം എന്ന് പറയണത്. ഇങ്ങനെ അർത്ഥങ്ങൾ പരിവർത്തനം ചെയ്യുമ്പോൾ, അതായത് അർത്ഥത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകുമ്പോഴത്തേക്കിനും ചിലതൊക്കെ ഭയങ്കര നല്ല കാര്യങ്ങളൊക്കെ ആയിട്ട്, ഉത്കർഷം എന്ന് പറഞ്ഞാൽ നല്ല കാര്യങ്ങളൊക്കെ ആയിട്ട് വരും, ചിലതൊക്കെ അപകർഷ്, മോശം അർത്ഥത്തിലും ഒക്കെ വരും. അതായത് ചില ശബ്ദങ്ങൾ ആദ്യത്തെ അർത്ഥത്തിൽ നിന്ന് ഉത്കൃഷ്ട അല്ലെങ്കിൽ നല്ല അർത്ഥത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതിന് അർത്ഥോത്കർഷം എന്ന് പറയും. അതായത് ആ ഒരു അർത്ഥത്തിന് ഉത്കൃഷ്ട നല്ലത് ഉണ്ടായാൽ അർത്ഥോത്കർഷം എന്ന് പറയും. ഇനി ആദ്യത്തെ അർത്ഥത്തിലന്ന് നികൃഷ്ട അല്ലെങ്കിൽ മോശം അർത്ഥത്തിലാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അർത്ഥോപകർഷം എന്ന് പറയും. നല്ല വാക്കിനെ മോശമായിട്ട് യൂസ് ചെയ്ത അർത്ഥോപകർഷം എന്ന് പറയും. അല്ലെങ്കിൽ അതിൽ നികൃഷ്ടത ഉണ്ടായാൽ അർത്ഥോപകർഷം എന്ന് പറയും. ഇനി നല്ലതാണ്, ഉത്കൃഷ്ടമാണ് ഉണ്ടാവണതെങ്കിൽ അർത്ഥോത്കർഷം എന്ന് പറയും. ഈ ഒരു അർത്ഥത്തിന് ഉത്കർഷ അല്ലെങ്കിൽ അപകർഷ, അതായത് നല്ലതും മോശവും എന്തുകൊണ്ട് ഉണ്ടാവണമെന്ന് ചോദിച്ചാൽ അർത്ഥത്തിൻ്റെ വിസ്താരം കാരണം, അല്ലെങ്കിൽ ലിമിറ്റ് ആവുന്നത് സങ്കോച് കാരണം, അല്ലെങ്കിൽ ആദേശ് കാരണം. നമ്മൾ നേരത്തെ പറഞ്ഞ തന്നെ അർത്ഥവിസ്താരം, അർത്ഥസങ്കോചം, അർത്ഥാദേശ്, ഈ 3 കാരണങ്ങൾ കൊണ്ടാണ് ഈ ഉത്കർഷം അപകർഷം ഉണ്ടാവുന്നത്. ആദ്യം അർത്ഥോത്കർഷ് അല്ലെങ്കിൽ ഉയർച്ച, അർത്ഥത്തിൻ്റെ ഉയർച്ച, നല്ലത് ഒക്കെ നോക്കാം. നല്ല പ്രയോഗത്തിൽ ഏതെങ്കിലും വാക്കുകൾ തൻ്റെ മോശം അർത്ഥത്തിൽ നിന്ന് മാറ്റിയിട്ട്, അതായത് നല്ല പ്രയോഗത്തിന് വേണ്ടിയിട്ട് ചില വാക്കുകൾ അതിൻ്റെ മോശം അർത്ഥത്തെ ഉപേക്ഷിച്ച് നല്ല അല്ലെങ്കിൽ ഉത്കൃഷ്ട അല്ലെങ്കിൽ നല്ല അർത്ഥം പ്രകടിപ്പിക്കുന്നതിനാണ് അർത്ഥോത്കർഷം എന്ന് പറയുന്നത്. എക്സാമ്പിൾ സാഹസ്, ഒരു സംസ്കൃത വാക്കാണ് സാഹസ്. അതിൽ സംസ്കൃതത്തിൽ ഹത്യ അല്ലെങ്കിൽ ഈ കൊല്ലുന്നതിനൊക്കെയാണ് ഈ ഹത്യ എന്ന് പറയുന്നത്.
അപ്പം അതൊരു മോശം, കൊല്ലുക എന്നൊക്കെ പറഞ്ഞാൽ മോശം, അല്ലെങ്കിൽ ചോരി, മോഷ്ടിക്കുക, അതൊക്കെ മോശം അർത്ഥമായിരുന്നു. അതിനൊക്കെയായിരുന്നു ഈ സാഹസം എന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പം അതാണെങ്കിൽ എല്ലാ ജോലിയിലും ഈ സാമർഥ്യം, സാഹസം, ആ ഒരു മീനിങ്ങിലേക്ക് മാറി. അപ്പം അവിടെ സംഭവിച്ചത് അർത്ഥോത്കർഷ്, അതിനൊരു ആ ഉത്കൃഷ്ട വന്ന്, ഒരു ഉയർച്ച വന്ന്. ഇനി രണ്ടാമത്തെ വാക്ക് മുഗ്ധ്. സംസ്കൃതത്തിൽ മുഗ്ധിന് മൂഢ് അല്ലെങ്കിൽ ബുദ്ധു, മണ്ടൻ, പൊട്ടൻ എന്നൊക്കെയായിരുന്നു ഈ മുഗ്ധ് ഉദ്ദേശിച്ചിരുന്നത്. പക്ഷേ നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്നത് ഒരു കാര്യത്തിൽ മുഴുകിയിരിക്കുന്ന, ഇപ്പോൾ നമ്മൾ പ്രത്യേക അല്ലെങ്കിൽ സുന്ദരമായിട്ടുള്ള ഒരു വസ്തുവിനെ കണ്ടിട്ട് അതിലിങ്ങനെ മുഴുകിയിരിക്കുന്നതിന് മുഗ്ധ് എന്ന് പറയണത്. അപ്പോൾ അതൊരു പോസിറ്റീവ് മീനിങ് ആയി. പിന്നെ ഒരു വാക്കാണ് കർപ്പട്. കർപ്പട് പണ്ടാണെങ്കിൽ കീറിപ്പറഞ്ഞ് ജീർണിച്ച പഴയ വസ്ത്രത്തിനായിരുന്നു കർപ്പട് എന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പം അത് പുതിയ ദുഃഖാനുള്ള കീംത്തി കപ്പടെ, പുതിയ നല്ല ഭംഗിയുള്ള പുതിയ ഡ്രസ്സിനൊക്കെയാണ് കപ്പട എന്ന മീനിങ്ങിലാണ് കർപ്പട് ഇപ്പോൾ യൂസ് ചെയ്യണത്. അപ്പോൾ അവിടെ സംഭവിച്ചത് അർത്ഥോത്കർഷ്, അർത്ഥത്തിൻ്റെ ഉയർച്ചയാണ്, നല്ലതാണ് സംഭവിച്ചത്. ഇനി അടുത്ത് അർത്ഥോപകർഷ്, അതായത് ഈ ഉത്കൃഷ്ടിന്ന് നികൃഷ്ടി ഉണ്ടാവും. എന്നുവെച്ചാൽ നല്ല അർത്ഥം മോശമായിട്ട് മാറാം. അതായത് ഏതെങ്കിലും വാക്കുകളിൽ ഉത്കൃഷ്ടമായിട്ടുള്ള നല്ലതായിട്ടുള്ള അർത്ഥത്തെ ഉപേക്ഷിച്ച് നികൃഷ്ട അർത്ഥം, മോശം അർത്ഥം, ഗുര അർത്ഥം വ്യക്തമാക്കുന്നതിനാണ് അർത്ഥോപകർഷം എന്ന് പറയുന്നത്. എക്സാമ്പിള് ഘൃണ, വെറുപ്പ്. പഴയ അർത്ഥം ദയ എന്നായിരുന്നു, ഒരു കണക്ഷനില്ല അല്ലേ. ഈ ഘൃണ, വെറുപ്പിൻ്റെ അർത്ഥം പണ്ട് ദയ എന്നായിരുന്നു, പക്ഷേ ഇപ്പം അത് നഫ്രത്ത്, വെറുപ്പ് എന്നൊക്കെ മീനിങ്ങിലാണ് ഇപ്പം ഘൃണ യൂസ് ചെയ്യണത്. പിന്നെ വേറൊന്നാണ് മഹാരാജ്. പണ്ടത്തെ അർത്ഥം എന്ന് പറഞ്ഞാൽ രസോയി എന്നായിരുന്നു. ഈ രസോയി കറന്നൊക്കെ പറഞ്ഞാൽ കിച്ചണില്ലേ, അപ്പം രസോയി എന്നായിരുന്നു മഹാരാജിൻ്റെ പണ്ടത്തെ മീനിങ്. പക്ഷേ ഇപ്പം അത് രാജാവ് എന്നായില്ലേ. അത് രാജാവെന്നൊക്കെ ഉദ്ദേശിക്കുന്നത് ഭയങ്കര ഇങ്ങനെ ഉയർന്നു നിൽക്കുന്നൊക്കെ ആൾക്കാരെ, അപ്പം അത് കുറച്ച് ഹൈപ്പ് കൊടുക്കണതല്ലേ, അപ്പം നെഗറ്റീവായിട്ടാണ് മഹാരാജ് ഇവിടെ പറയണത്. അതുപോലൊരു വാക്കാണ് ബായി. അപ്പം സ്ത്രീകളെയൊക്കെ റെസ്പെക്റ്റ് കൊടുത്ത് ഒക്കെ വിളിക്കുന്നതായിരുന്നു ഈ ബായി. അതായത് റെസ്പെക്റ്റ്ഫുള്ളായിട്ട് വിളിക്കുന്നതാണ് ഈ ബായി എന്ന് പറയണത്. ഈ മീരാബായി അങ്ങനെയൊക്കെ വിളിക്കൂലേ, അപ്പോൾ അത് റെസ്പെക്റ്റ് കൊടുത്തു. പക്ഷേ ഇന്നതിൻ്റെ മീനിങ് വേശ്യ എന്നാണ്, മോശം സ്ത്രീകളെയാണ് ഇപ്പം ബായി എന്ന് പറയണത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ചാപ്റ്റർ.